നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വാർത്തകളിൽ ഇടം കിട്ടാതെ പോകുന്ന മനുഷ്യരെയും അവരുടെ പ്രശ്നങ്ങളെയും പൊതുജന ശ്രദ്ധയിൽ എത്തിക്കുക എന്നത് പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രധാന സാധ്യതകളിലൊന്നാണെന്ന് മന്ത്രി എം.പി. രാജേഷ് കൂറ്റനാട് പ്രസ് ക്ലബ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ വികസന പ്രശ്നങ്ങൾ പൊതുജന ശ്രദ്ധയിലേക്ക് എത്തിച്ച് അതിലിടപെടുകയെന്നതും പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രധാന സാധ്യതയാണെന്നും ഇത്തരം കാര്യങ്ങളിൽ തൃത്താലയിലെ മാധ്യമപ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. പൊതുജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അതിലിടപെടുക എന്നത് പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സാധ്യതയാണ്. വാർത്തകളിൽ ഇടം കിട്ടാതെ പോകുന്ന മനുഷ്യരെയും അവരുടെ പ്രശ്നങ്ങളെയും പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നത് പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു സാധ്യതയാണ്. ഇതെല്ലാം ഒരുപക്ഷെ ഈ സംസ്ഥാന തലത്തിലോ അതിന് മുകളിലോ ഒക്കെയുള്ള മാധ്യമ പ്രവർത്തനത്തിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായിരിക്കും കഴിയുക. നല്ല നിലയിൽ തൃത്താലയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ഈ ചുമതല നിർവഹിച്ചു വരുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. നന്നായി തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സജീവമായ ഒരു മാധ്യമ സംഘം തൃത്താലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു പ്രസ് ക്ലബ് കൂടി വരുമ്പോൾ അത് കൂടുതൽ സജീവവും സംഘടിതവുമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കൊരു വേദിയായി ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊരു സൗകര്യമായി നടത്താൻ ഇവിടെ വന്നാൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പത്രസമ്മേളനം നടത്താം. കൂറ്റനാട് പ്രസ് ക്ലബ് പ്രസിഡന്റ് സി മൂസ പെരിങ്ങോട് അധ്യക്ഷനായി. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ ചെയർമാൻ വി സെയ്ദ് എടപ്പാൾ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ എം.എൽ.എമാരായ വി ടി ബൽറാം, വി കെ ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി, KPCC നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ, ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ്, പട്ടിത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു സദക്കത്തുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാവ മാളിയേക്കൽ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പ്രസ് ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിനെത്തിയ വിശിഷ്ടാതിഥികൾക്ക് പ്രസ് ക്ലബ് വക 2025 വർഷത്തെ ഡയറിയും സമ്മാനിച്ചു. ഉദ്ഘാടന ചടങ്ങിനെ പ്രസ് ക്ലബ് രക്ഷാധികാരി CK ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി നന്ദിയും പറഞ്ഞു. കൂറ്റനാട് ഗുരുവായൂർ റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്തെ ബ്ലൂ ഡയമണ്ട് ബിൽഡിംഗിലാണ് പ്രസ് ക്ലബ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. CCTV ന്യൂസ് തൃത്താല. കൂറ്റനാട് ടൗൺ വികസനത്തിൽ നിന്നും പിറകോട്ടു പോകില്ലെന്ന് മന്ത്രി എം.പി. രാജേഷ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് സ്ഥലമേറ്റെടുപ്പ് നടപടികളുമായി മുന്നോട്ടു പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും മണ്ഡലത്തിലെ മുഴുവൻ പ്രധാന റോഡുകളും നവീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൂറ്റനാട് ജംഗ്ഷൻ നവീകരണം അതിന് സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിലെ 20 ജംഗ്ഷനുകളാണ് നവീകരിക്കുന്നത്. അതിലൊന്നായിട്ട് കൂറ്റനാട് ഉൾപ്പെട്ടിട്ടുണ്ട്. നടപടിക്രമങ്ങൾ ആരംഭിച്ചു. നടപടിക്രമം എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഏത് പദ്ധതിക്കും ഭൂമി ഏറ്റെടുക്കുന്നത് ഇന്ത്യയിൽ ഏത് പദ്ധതിക്കും ഭൂമി ഏറ്റെടുക്കുന്നത് പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമാണ്. ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട്. കൂറ്റനാട് ടൗൺ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും. ചിലർ ഇതുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള പരാതികൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ ടൗണിലെ കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ചതിന് ശേഷമേ സ്ഥലം ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുകയുള്ളൂ. എന്തായാലും ടൗൺ വികസനത്തിൽ നിന്നും പിറകോട്ടു പോകില്ലെന്നും മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. ലാൻഡ് അക്വിസിഷനിലേക്ക് പോകുന്നതിന് മുമ്പ് കയ്യേറ്റം പരിശോധിക്കണം, കയ്യേറ്റം ഒഴിപ്പിക്കണം, എന്നിട്ട് ലാൻഡ് അക്വിസിഷനിലേക്ക് പോകാം. ഒരു വിരോധമില്ലാത്ത കാര്യമാണ്. കാരണം അതുകൊണ്ട് സർക്കാരിന് ലാഭമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആ നിർദ്ദേശം അംഗീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. PWDയോട് ആദ്യം അത് സംബന്ധിച്ച് പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കയ്യേറ്റം സംബന്ധിച്ച് അവർ അത്രയും കുറച്ച് ഭൂമി പിന്നെ ഏറ്റെടുക്കേണ്ടി വരും. അത്രയും കുറച്ച് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. കാരണം കയ്യേറ്റത്തിന് നഷ്ടപരിഹാരമില്ലല്ലോ. അപ്പോൾ കയ്യേറ്റം ഒഴിപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന വാദം
ആ യോഗത്തിൽ ഒരു നിർദ്ദേശമായിട്ട് ഉയർന്നു വന്നു. അപ്പോൾ അതൊരു പിന്നീട് ആലോചിച്ചപ്പോൾ അത് സ്വീകരിക്കാവുന്ന ഒരു നിർദ്ദേശമാണ് എന്ന് കണ്ടത്. കൂറ്റനാട് പ്രസ് ക്ലബിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. തൃത്താല മണ്ഡലത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും നവീകരിക്കും. തകർന്നു കിടന്നിരുന്ന മണ്ഡലത്തിലെ 17 റോഡുകൾ നവീകരിക്കാൻ പദ്ധതിയായിട്ടുണ്ട്. ചാലുശ്ശേരി പട്ടാമ്പി റോഡ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കാനാണ് ലക്ഷ്യം. ഇതിന്റെ നടപടികൾ പൂർത്തിയാവാനുണ്ട്. കൂറ്റനാട് പടിഞ്ഞാറങ്ങാടി നീലിയാട് റോഡ് ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി നവീകരിക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. CCTV ന്യൂസ് തൃത്താല. വല്ലപ്പുഴ പഞ്ചായത്തിനെയും ഷൊർണൂർ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന കുറുവട്ടൂർ കുളപ്പുള്ളി പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണം. വല്ലപ്പുഴ പഞ്ചായത്തിന്റെ ഭാഗത്തെ പാത തകർന്നടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. റോഡ് ഗതാഗത യോഗ്യമാക്കാനാവശ്യമായ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വല്ലപ്പുഴ പഞ്ചായത്തിനെയും ഷൊർണൂർ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന വല്ലപ്പുഴ കുറുവട്ടൂർ കുളപ്പുള്ളി പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാണ്. വല്ലപ്പുഴ പഞ്ചായത്ത് അതിർത്തിൽപ്പെട്ട 1 കിലോമീറ്ററോളം വരുന്ന പാതയാണ് ഏറെക്കാലമായി തകർന്നു കിടക്കുന്നത്. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന പാത കൂടിയാണ് ഇത്. പഞ്ചായത്തിലെ 7ാം വാർഡിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. വലിയ കുഴികളാണ് പാതയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. വെള്ളപ്പുഴ ഭാഗത്തെ 250ഓളം വരുന്ന ഭാഗം നേരത്തെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചെങ്കിലും ബാക്കി ഭാഗം തകർന്നു കിടക്കുക തന്നെയാണ്. ചെറിയ മഴ പെയ്താൽ റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കും. ഇത് അപകടങ്ങൾക്കും ഇടവരുത്തുകയാണ്. എന്താ ഈ റോഡിന്റെ അവസ്ഥ? ഇത് കണ്ടില്ല. അപ്പൊ അവിടുന്ന് ഒരു 100 മീറ്ററിന് എടുത്തിട്ടില്ല, അപ്പളത്തിന് തണ്ടൽ വേദന പിടിച്ചു. ഞങ്ങൾക്ക് എല്ലാ പ്രതിനിധികളും ഉണ്ട്. MP ഉണ്ട്, MLA ഉണ്ട്, മറ്റേ ബ്ലോക്ക് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ എല്ലാം ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കാലങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് ഈ ശോചനീയാവസ്ഥയാണ്. ഷൊർണൂരിലേക്ക്, അതേമാതിരി കൊപ്പം ടു ഷൊർണൂർ, പെരിന്തൽമണ്ണ ഷൊർണൂർ, ഇതിൻ്റെ കൂടി തൃശ്ശൂരേക്കുള്ള ഷോർട്ട് കട്ടാണ്. ഒരു ദിവസം എത്ര വാഹനങ്ങളാണ് ഇതിനെ പോകുന്നത് അറിയാം. തൃശ്ശൂരാണ് കാര്യമായിട്ട് ഹോസ്പിറ്റലുകളുള്ളത്. രോഗികളായിട്ട് ഇതിലെ പോയാലത്തെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പം ഞാൻ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇതിലെ ഒരു ദിവസം എത്ര പ്രാവശ്യം എനിക്ക് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നില്ല. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ മുതലല്ലേ. ഇങ്ങനെ നശിപ്പിച്ചുകൾ ആരോട് പറഞ്ഞാലും ഒരു മറുപടിയില്ല. ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കഴിഞ്ഞുകൂടാന്നല്ലാതെ അവനാ കാശ് കൊടുത്ത് വാങ്ങിയ മുതൽ നശിപ്പിച്ച് കളയെന്ന് പറഞ്ഞിട്ട് ആരോടൊപ്പം ഇതിനൊക്കെ പറയാം. രാത്രികാലങ്ങളിൽ ഇതിലൂടെ പോകുന്ന യാത്രക്കാർക്കും വലിയ ദുരിതമാണ് നേരിടേണ്ടി വരുന്നത്. റോഡ് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു ദിവസം 500 ഉറുപ്പ്യക്ക് ഓടും. അത് നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കുക. വീട്ടിലത്തെ അവസ്ഥ പോലും മോശമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡിന് 1-2 ലോക്കൽ ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ വർക്ക്ഷോപ്പ് കൊടുക്കാനേ ഉള്ളൂ. കുളപ്പൂരിലേക്ക് പോകുന്ന ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഏറ്റവും നല്ല റോഡായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ റോഡ്. ഇന്ന് ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ റോഡ് ഏതാ വഴി ഏതാന്ന് തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിലാണ്. ഷൊർണൂർ നഗരസഭാ ഭാഗത്തെ 1 കിലോമീറ്ററോളം ഭാഗത്തെ റോഡും ഈ വിധം തകർച്ചയിലാണ്. 7 കിലോമീറ്ററോളം വരുന്ന പാതയുടെ ഷൊർണൂർ ഭാഗത്തെ മറ്റു ഭാഗങ്ങൾ നേരത്തെ നവീകരിച്ചതാണ്. വെള്ളപ്പുഴ ഭാഗത്തെ പാതയിലൂടെയുള്ള യാത്രമാണ് ഏറെ ദുരിതപൂർണം. വികസന രംഗത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനം കാണിച്ചതുകൊണ്ടാണ് ഈ റോഡ് പൂർണ്ണമായി നവീകരിക്കാൻ കഴിയാതിരുന്നത്. ഈ റോഡിന്റെ 2 ഭാഗത്തും പൈപ്പ് ലൈൻ മാന്തി, എന്നിട്ട് അത് നവീകരിക്കാൻ വാട്ടർ അതോറിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനെ ഏത് വിധേനയും ഈ റോഡ് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികളിലേക്ക് കടന്നുപോകാൻ ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും തയ്യാറാവണം. ഇതിന് നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെള്ളപ്പുഴ ഭാഗത്തെ റോഡിന്റെ നവീകരണത്തിന് VK ശ്രീകണ്ഠൻ MP ഫണ്ട് ലഭ്യമാക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ് വ്യക്തമാക്കിയത്. ഉടൻ തന്നെ നടപടികൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും ഇവർ സൂചിപ്പിച്ചു. പട്ടിത്തറ പഞ്ചായത്തിലെ കല്ലാത്തുകുന്ന് നഗർ സമഗ്ര വികസന പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു സദക്കത്തുള്ള അധ്യക്ഷയായി. ബ്ലോക്ക് അംഗം ബാവ മാളിയക്കൽ, മുഹമ്മദ് കുട്ടി CV, രഞ്ജിത്ത് K എന്നിവർ സംസാരിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 12 ലക്ഷം വകയിരുത്തിക്കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോൺഗ്രസ് പട്ടാമ്പി കൊപ്പം ബ്ലോക്ക് നേതൃയോഗം ചേർന്നു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ LDF ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിൽ പട്ടാമ്പി കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത നേതൃയോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡോക്ടർ BR അംബേദ്കറെ അവമാനിച്ചതിനും പാർലമെന്റ് പരിസരത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള കോൺഗ്രസ് MPമാരെയും മറ്റു പ്രതിപക്ഷ അംഗങ്ങളെയും BJP MPമാരുടെ നേതൃത്വത്തിൽ ആക്രമിച്ചതിനെയും യോഗം പ്രതിഷേധിച്ചു. 23-ന് ലീഡർ K കരുണാകരന്റെ ചരമവാർഷിക ദിനം വിവിധ പരിപാടികൾ നടത്തുവാനും തീരുമാനിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ M രാധാകൃഷ്ണൻ, PK ഉണ്ണികൃഷ്ണൻ, കമ്മുക്കുട്ടി എടത്തൂർ, KR നാരായണസ്വാമി, AP രാമദാസ്, ET ഉമ്മർ, ജിതേഷ് മോഴിക്കുന്നം, അസീസ് പട്ടാമ്പി, ശ്രീജേഷ്, മറ്റു മണ്ഡലം പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുത്തു.
ഞാങ്ങാട്ടിരി മഹർഷി വിദ്യാലയത്തിൽ വിശ്വ ധ്യാന ദിനാഘോഷം സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ദിനാഘോഷം. ഞാങ്ങാട്ടിരി മഹർഷി വിദ്യാലയത്തിൽ തുരിയ എന്ന പേരിലാണ് വിശ്വ ധ്യാന ദിനാഘോഷം നടത്തിയത്. മഹർഷി മഹേഷ് യോഗി ഫൗണ്ടേഷൻ, ശ്രീരാമചന്ദ്ര മിഷൻ, ബ്രഹ്മകുമാരീസ്, രാജയോഗ, ആർട്ട് ഓഫ് ലിവിംഗ് എന്നീ സംഘടനകൾ സംയുക്തമായാണ് ആഘോഷം ഒരുക്കിയത്. ഗുരുപൂജയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. മഹർഷി ചെയർമാൻ ടി കെ വിനയഗോപാൽ, ശ്രീരാമചന്ദ്ര മിഷൻ പ്രതിനിധി അജീഷ്, പട്ടാമ്പി ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ നേതൃത്വം വഹിക്കുന്ന ചന്ദ്രമോഹൻ, ബ്രഹ്മകുമാരീസ് ഓർഗനൈസ് പ്രതിനിധി സിസ്റ്റർ പവിത്ര, മഹർഷി വിദ്യാലയ പ്രിൻസിപ്പൽ എ വിജയകുമാർ, അഡ്മിനിസ്ട്രേറ്റർ പി കെ രമ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചായിരുന്നു ധ്യാനാഘോഷത്തിന് ഉദ്ഘാടനം കുറിച്ചത്. ധ്യാനത്തിന് വേണ്ടി ദിനം ആചരിക്കുന്നതിൽ നമുക്ക് പുതുമയൊന്നും ഇല്ല എങ്കിലും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് നമുക്കിപ്പോൾ ലഭിച്ചത്. കാരണം ഒരു കാലത്ത് ഭാരതീയരെല്ലാം അന്ധവിശ്വാസികളാണ്, അവർക്ക് യാതൊരു വിദ്യാഭ്യാസവുമില്ല, അവര് അറിവില്ലാത്തവരാണ്, എഡ്യൂക്കേറ്റഡ് അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിഹസിച്ചിരുന്ന പാശ്ചാത്യ ലോകം ഒന്നടങ്കം ഭാരതത്തിന്റെ മഹത്വം മനസ്സിലാക്കി ഭാരതീയ ശാസ്ത്രങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിലുള്ള വേദിക് സ്കോളേഴ്സിനേക്കാൾ കൂടുതൽ പേര് വിദേശത്തുണ്ട് എന്നുള്ളതാണ് അത്യാവശ്യം. വേദങ്ങൾ പഠിക്കുന്ന, വേദം നിയമപ്രകാരം അല്ലെങ്കിൽ വൈദിക ജീവിതം നയിക്കുന്ന എത്രയോ സുഹൃത്തുക്കൾ എനിക്ക് തന്നെയാണ്. തുടർന്ന് സമൂഹ ധ്യാനത്തിന് പ്രദീപ് നേതൃത്വം നൽകി. ഒരാഴ്ച മുമ്പാണ് ഐക്യരാഷ്ട്ര സംഘടന വിശ്വധ്യാന ദിനമായി ഡിസംബർ 21 പ്രഖ്യാപിച്ചത്. വിശ്വധ്യാന ദിനത്തിന്റെ പ്രഥമ ആഘോഷത്തിൽ സംയുക്ത സംഘടനാ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പ്രഭാഷണം, വീഡിയോ പ്രദർശനം, ശാന്തി മന്ത്രജപം എന്നിവ വിശ്വ മാനവികതയ്ക്ക് പ്രചോദനം നൽകുന്നതായിരുന്നു. ഓങ്ങല്ലൂർ വാടാനാംകുറിശി വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഋഗ്വേദ മുറജപവും ലക്ഷാർച്ചനയും നടന്നു. ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. വാടാനാംകുറിശി വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ക്ഷേത്ര ചൈതന്യവർദ്ധനയ്ക്ക് വേണ്ടി ഋഗ്വേദ മുറജപവും ലക്ഷാർച്ചനയും നടത്തിയത്. 4 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടത്തിയത്. വിശേഷ പൂജകളും ഉണ്ടായിരുന്നു. ക്ഷേത്രതന്ത്രി കരിയന്നൂർ ഭവത്രാജൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളായി. ചരമം. ചെറുതുരുത്തി പോലീസ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ പള്ളിക്കൽ നമ്പുണ്ണി വീട്ടിൽ നാരായണൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. പള്ളിക്കൽ ക്ഷേത്ര കമ്മിറ്റി മുൻ പ്രസിഡന്റും കോഴിമാമ്പറമ്പ് പൂരം പള്ളിക്കൽ ദേശം മുൻ പ്രസിഡന്റുമായിരുന്നു. സംസ്കാരം നടത്തി. അംബിക ഭാര്യയും സംഗീത, സുഗത, ഗോവിന്ദരാജ് എന്നിവർ മക്കളുമാണ്. ഇതോടെ നിളയൊര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.